ഹലോ, ഇതെന്താ ഇത്ര താമസം? അതെ, ഞങ്ങൾക്ക് പോയിട്ട് ഒത്തിരി തിരക്കുകളുണ്ട്. ഇപ്പൊ വിടാം. കാർ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തോട്ടെ. കാറ് ഞങ്ങൾ വാഷ് ചെയ്തോളായിരുന്നു. അല്ല, RC ബുക്കും കീയും കിട്ടിയിരുന്നെങ്കിൽ. ബുക്കും പേപ്പറും ഒക്കെ ഇപ്പൊ വരും. ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. എന്താ? ഒരു പാർട്ടി കാർ നോക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് വരാൻ അല്പം താമസമുണ്ടെന്ന് അവരോട് പറഞ്ഞേക്കേ. ശരി, ചെല. നിങ്ങൾ മനഃപൂർവ്വം ഞങ്ങളെ താമസിപ്പിക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ തന്ന കാശ് ഇങ്ങോട്ട് തിരികെ താ. എനിക്ക് നിങ്ങളുടെ കാറ് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒരു പാലം ഇടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനല്ലേ? എടോ, ഇവിടെ ആര് പാലിട്ടുന്നാ? നിങ്ങളെന്താ കളിയാക്കിച്ചിരിക്കുന്നോ? എന്താണോ കാര്യം? അല്ല, ഞങ്ങളെന്തോ തെറ്റൊക്കെ ചെയ്ത പോലെ. തെറ്റാര് ചെയ്താലും അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടോ, എനിക്കെന്റെ പണം താ. എനിക്ക് നിങ്ങളുടെ കാറ് വേണ്ട. പോലീസ് വരാതെ നിങ്ങൾ ഇവിടുന്ന് ഒരു അടി അനങ്ങില്ല. പോലീസോ? എന്തിന്? എടോ, മര്യാദയ്ക്ക് കാശെടുക്ക്. എടുക്ക്. 3.25 ലക്ഷം രൂപയുടെ കള്ളനോട്ട് തന്നിട്ട് നീ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ? കള്ളനോട്ടാ? അതെ, അത് മുഴുവൻ കള്ളനോട്ടായിരുന്നു. ഈ സിമ്പൽ ഇല്ലാത്ത നോട്ടേ കള്ളനോട്ടാ. ആ മീനാക്ഷി നമുക്കിട്ട് പണി തന്നല്ലോടി. പോലീസ് വന്നിട്ട് കൊണ്ടുപോകും രണ്ടുപേരെ. സെൻട്രൽ ജയിലിൽ കിടന്നിട്ടേ കുടുംബജീവിതം നയിക്കാം. എന്ത് പറ്റി? അവരെന്നെ തലയിട്ട് ഓടിക്കളഞ്ഞു. അവരെങ്ങോട്ടാ പോയത്? അങ്ങോട്ടാന്നാ തോന്നുന്നേ. ഈ കക്ഷികളാണോ നോക്കിയ? അതെ, ഇവര് തന്നെയാ. വാടോ, അവർ ഈ പരിസരത്ത് തന്നെ കാണും. വാ.
ഇന്ന് ഞാനിത് തൊട്ട് തരാം. അരുത്. ഞാനിത് തൊട്ട് തന്നാൽ എന്താ? ദേവിയെ എനിക്ക് മറക്കാൻ പറ്റുമോ? നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതെന്റെ പുതിയ ജന്മം. മുജ്ജന്മത്തിൽ എങ്ങനെയോ നമ്മൾ പരിചയപ്പെട്ടിരുന്നു, അത്രമാത്രം. ദേവി, അതൊക്കെ ദുസ്വപ്നങ്ങളായിരുന്നു. അങ്ങനൊന്നും പറയരുത് ദേവി. അന്നും ഇന്നും എന്നും എന്റെ മനസ്സിൽ തെളിഞ്ഞു കത്തുന്ന ഒരു വിളക്ക നീ. ഞാനത് തൊട്ടുതരാം. അരുത്. ആര് പറഞ്ഞടാ നിന്നോട് എന്റെ മകളുടെ മുറിയിൽ കയറാൻ? കുടുംബത്ത് കയറി വന്ന് മര്യാദകേട് കാണിച്ചാൽ അടിച്ച് നിന്റെ പലി ഞാൻ തെറിപ്പിക്കും, അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കും. അമ്മേ, പല ആവർത്തി ഞാൻ നിനക്ക് താക്കീത് തന്നതാ, എന്നെ അമ്മയെന്ന് വിളിക്കരുതെന്ന്. നീ എനിക്ക് ജനിച്ച മകനല്ല. ഡാ, നീ എന്തിനാ എന്റെ കുഞ്ഞിന്റെ മുറി കയറിയത്? ദേവിയെ എനിക്കെങ്ങനെ മറക്കാൻ പറ്റും അമ്മേ? ഓർക്കാൻ തക്കതായ ഏത് നല്ല കാര്യങ്ങൾ ഇവക്ക് ചെയ്തു കൊടുത്തിട്ടാ നീ ആ മാധുരിയുടെ പിറകെ പോയത്? ജീവിതാവസാനം വരെ കരയാനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് പോയതാണോ നിനക്ക് മറക്കാൻ പറ്റാത്തത്? എന്താടാ, ഞാൻ ചോദിച്ചതിന് നിനക്ക് ഉത്തരവില്ലേ? അമ്മേ, ഈ ദേവിയുടെ കഴുത്തില് താലി കെട്ടിയവനാ ഞാൻ. എന്ത് താലി? ഏത് ദേവി? ഒരു പെണ്ണിന്റെ സീമന്ത സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാ ഈ താലിമാല. അതൊരു പുരുഷൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ ചാർത്തുന്നതോടെ അവരിരുവരും മനസ്സുകൊണ്ട് ഒന്നായി എന്നർത്ഥം. അങ്ങനെ നടക്കുന്ന കല്യാണം കടലാസിൽ എഴുതി ഒപ്പിടുന്ന ഒരു എഗ്രിമെന്റ് അല്ല. മനസ്സും ഒന്നായതിന്റെ രേഖയാ. ദൈവസാക്ഷിയായ ഉടമ്പടി. ആ ഉടമ്പടി നീ തെറ്റിച്ചു. കെട്ടിയ പെണ്ണിന് കണ്ണീര് മാത്രം കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് നീ മറ്റൊരു പെണ്ണിന്റെ പിറകെ പോയി. ദേ, ഈ കഴുത്തി കിടക്കുന്ന താലിയുടെ പവിത്രത പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും അറിയില്ലായിരിക്കും. പക്ഷേ ചെമ്പകമംഗലത്ത് രാജലക്ഷ്മി അമ്മയ്ക്ക് അതറിയാമടാ. അതറിയാവുന്നത് കൊണ്ട് തന്നെ നീ എനിക്ക് ശത്രുവാ. ഞാൻ എന്തെങ്കിലും നിന്നോട് ക്ഷമിക്കുമെന്ന് ഈ ജന്മത്തെ നീ പ്രതീക്ഷിക്കേണ്ട. എനിക്ക് അംഗീകരിക്കാവുന്നൊരു തെറ്റല്ല നീ ചെയ്തത്. അവൻ ദേവിയെ സ്നേഹിക്കാൻ വന്നിരിക്കുന്നു. അവളുടെ മനസ്സ് തകർത്ത് കളഞ്ഞിട്ട് അവൻ ലോഹ്യം കൂടാൻ വന്നിരിക്കുന്നു. നീ ഒരുത്തൻ കാരണമാ ഈ തറവാട്ടിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഞാൻ ഒരിക്കൽ കൂടി പറയാ, നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോവരുത്. ആ മുൻവാതിൽ കടന്ന് നീ ഇതിനകത്തേക്ക് കയറി പോവരുത്.
ആകെ തകർന്നു നിൽക്കുന്ന മീനാക്ഷിയെ ഇനിയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നിന്നെ ഞാൻ ഇറക്കി വിടുന്നില്ല. അത് കണ്ട ആ കുഞ്ഞ് വീണ്ടും കരയും. എന്തായാലും അവളുടെ അച്ഛനായി പോയില്ലേ നീ. അതുകൊണ്ട് നിനക്ക് ഞാനൊരു ഔദാര്യം ചെയ്യാം. പരോള് കഴിഞ്ഞ് മടങ്ങുന്നത് വരെ ഔട്ട് ഹൗസ് നിനക്ക് ഉപയോഗിക്കാം. അപ്പൊ മകളുടെ കല്യാണം കൂടെ മാത്രമല്ല വന്നത്, പഴയ ഭാര്യയും കൂട്ടി ഒരു കുടുംബം കെട്ടിപ്പടുത്താനുള്ള മോഹമാണ്. ശരിയാക്കി തരാം. ആ സാവിത്രി, വിളിച്ചത് നന്നായി. ഞാനങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമ്മള് നാത്തൂമാര് തമ്മിൽ നല്ല മനപ്പൊരുത്തമാണല്ലോ. നാത്തൂമാര് തമ്മില് എവിടെയും കീരിയും പാമ്പുവാ. അതിനൊരു അപവാദ നമ്മള്. ആ അതവിടെ നിക്കട്ടെ. അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് ധൃതിയായി. ഇവിടെ എന്താ അങ്ങനെയൊക്കെ തന്നെ. ഇതിപ്പോ ചെമ്പകമംഗലം എന്നല്ല, ചെകുത്താൻ കയറിയ വീടെന്ന് വേണം പറയാൻ. അതിനെന്താ സംശയം? മനുഷ്യന്മാരിൽ ചെകുത്താന്മാരും ഉണ്ട്. ആ ചെകുത്താന്മാര് കയറിയ വീട് തന്നെയാ ചെമ്പകമംഗലം. അതെ, ഇവിടെ അമ്മയും മകനും തമ്മിലൊരു അംഗം കഴിഞ്ഞതേ ഉള്ളൂ. ആ മകൻ സാക്ഷാൽ ജയരാമനായിരിക്കും. സംശയം എന്ത്? സാക്ഷാൽ ജയിൽ പുള്ളി ജയരാമൻ. എന്താ പുതിയ മാറ്റർ? റൊമാൻസ്. റൊമാൻസോ? ആ ഇന്ദ്രജ എന്നോട് പറഞ്ഞ ആ സംശയമില്ലേ, ആ സംശയം ശരി തന്നെയായിരുന്നു. പിരിഞ്ഞുപോയ ഭർത്താവ് തിരികെ വന്ന് വിരഹിണിയായ മുൻഭാര്യയുടെ തിരുനെറ്റിയിൽ സീമന്ത സിന്ദൂരം തൊടുവിക്കാനൊരു ശ്രമം. കേൾക്കട്ടെ കേൾക്കട്ടെ, വിചിത്രമായിരിക്കുന്നല്ലോ. അതെ, മൈ മദർ കണ്ടുവന്നു. അമ്മ സമ്മതിക്കൂ? ഒരു പെരുമഴ പെയ്ത് തോർന്നു. ഞാൻ പറഞ്ഞില്ലേ സാവിത്രി, വഞ്ചകനാ നിന്റെ ആങ്ങള. മാധുരി മരിച്ചിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ. അവളെ അയാൾ മറന്നില്ലേ? ഇത്രയും ഞാൻ വിചാരിച്ചില്ല ഇന്ദ്രജെ. എന്തായാലും അവളെ വീണ്ടും ഭാര്യയാക്കി ആഘോഷപൂർവ്വം ജീവിക്കാനാ ഏട്ടന്റെ ശ്രമം. ആ ആഘോഷമൊന്നും നടക്കില്ല സാവിത്രി. അത് കണ്ണീരിലെ അവസാനിക്കൂ. അതെ, അവരൊരുമിക്കാൻ തീരുമാനിച്ച മട്ടില്ല. നടക്കില്ല, ഞാൻ അനുവദിക്കില്ല. ഇനി നന്ദിനിയോട് ഒരുമിച്ചൊരു ജീവിതം നയിക്കാമെന്ന് ജയറാമൻ സ്വപ്നം കാണണ്ട. ആ സ്വപ്നം കരിഞ്ഞു പോവും. അത് ഞാൻ കരിച്ചു കളയും. അല്ല, എനിക്കറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കേ, ഇങ്ങേർക്ക് കോടതി അനുവദിച്ച ജാമ്യൊന്നും അവസാനിച്ചില്ലേ? അവസാനിച്ചിട്ടില്ലെങ്കിൽ ആ ജാമ്യം ഞാൻ ക്യാൻസൽ ചെയ്യിപ്പിക്കും. ചെയ്യിപ്പിക്കണം ഇന്ദ്രജെ. ഇയാൾ ഈ വീടിനൊരു ബാധയും ബാധ്യതയോ. എത്രയും പെട്ടെന്ന് ഇയാളെ ജയിലിലേക്ക് തിരിച്ചയക്കണം. അയച്ചിരിക്കും ഞാൻ. സാവിത്രി സമാധാനായിട്ടിരിക്കെ. ജയറാമിനുള്ള ആയുധം ഞാൻ നേരത്തെ മൂർച്ച കൂട്ടി വെച്ചിരിക്കുന്നതാ. അവൻ കരയുന്നത് മാത്രം കണ്ടാ പോരെ എനിക്ക്. അവന്റെ ചോര കണ്ടേ ഞാൻ അടങ്ങും. നീ ഫോൺ വയ്ക്ക്.
ചിക്കോ ഡേ എന്താടി ഏ ആ അല്ല ഉറങ്ങിയിട്ടും കുഞ്ഞുണ്ട് കണ്ണുരുട്ടി നോക്കുന്നു ഉറങ്ങിക്കോ. ദേ ഈ തുണിയൊക്കെ വേഗം കൊണ്ടുപോയി അലക്കുകാരിൽ വെച്ച് കഴിയിക്കേ. അല്ല വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ പിന്നെന്തിനാ അലക്കുകയല്ല? അയ്യോ വാഷിംഗ് മെഷീൻ കേടാ. നീ ഇത് അലക്കുകാരിൽ കൊണ്ടുപോയി നന്നായിട്ട് അടിച്ച് നനച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവാ. അല്ല അലക്കുകല്ലിൽ കഴുകിയ തുണികളൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും. ആണോ? ഞാൻ സഹിച്ചു. പറഞ്ഞ അങ്ങോട്ട് അനുസരിച്ചാ മതി. ഇങ്ങോട്ട് കൽപ്പനയൊന്നും വേണ്ട. ചെല്ലി വേഗം പെട്ടെന്ന് വേണം. ഇത് ഉറങ്ങാണല്ലോ, പിന്നെ കണ്ണു മിടിച്ചു കിടക്കാന്ന് പറഞ്ഞു. അമ്പടി ഇവളെ ഞാനിവിടെ ഇട്ട് അഷ്ടകലാശം ചവിട്ടിക്കും. ഇവള് വാഷിംഗ് മെഷീനിലാണോ അലക്കിയത്? ഇത്ര പെട്ടെന്ന് അലക്കി കഴിഞ്ഞോ? കഴിഞ്ഞു. നിന്നോട് അലക്കലി കഴുകാൻ പറഞ്ഞിട്ട്? ഈ വാഷിംഗ് മെഷീൻ കേടാണെന്നല്ലേ അമ്മായി പറഞ്ഞത്. ഞാൻ വന്ന് നോക്കിയപ്പോ ഇതിനൊരു കേടുമില്ല. ആ എന്നാ പിന്നെ ഇതിൽ തന്നെ അലക്കാന്ന് കരുതി. നിന്നോട് ഇതിനകത്ത് അലക്കാൻ ആര് പറഞ്ഞു? ഈ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതേ ഇതില് തുണി അലക്കാനാ. അല്ലാതെ ഇതിലിരുന്ന് കുളിക്കാനല്ല. ഇവിടെ ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. തള്ളയുടെ അഭ്യാസം എന്റെ അടുത്താ. ഒരു പണി ഇങ്ങോട്ട് തന്നാ 10 പണി ഞാൻ തിരിച്ചു കൊടുക്കും. മലയണ്ണാനെയാ മരം കയറ്റം പഠിപ്പിക്കുന്ന.